ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുന്നില്ല എന്ന പരാതികൾ ഉയരുന്നു. ബാങ്ക് സെക്രട്ടറി ആഴ്ചകളായി ബാങ്കിൽ വരാറില്ലെന്നും പകരം ചുമതലയും ആർക്കും നൽകിയിട്ടില്ലെന്നും സാമ്പത്തിക ക്രമക്കേടുകൾ ഉള്ളതായും സൂചനകൾ ഉണ്ട്. ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം ലഭിക്കുന്നില്ല എന്ന പരാതി ഉയരുന്നു. ദിവസവും ഡേറ്റുകൾ പറഞ്ഞ് ഇവരെ മടക്കുന്നതായും ബാങ്കിൽ നിക്ഷേപകർ ബഹളം ഉണ്ടാക്കുന്നതും കുറച്ച് ദിവസങ്ങളായി ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ കാഴ്ചകൾ. ബാങ്ക് സെക്രട്ടറി ആഴ്ചകളായി ബാങ്കിൽ വരാറില്ല. വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായിട്ടാണ് സൂചനകൾ. ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിക്കേണ്ടുന്ന സ്വർണ്ണ പണയം ഇയാൾ മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ച് പണം കൈപ്പറ്റിയതായി സൂചനകൾ ഉണ്ട്. ആഴ്ചകളായി സെക്രട്ടറി ഒപ്പിടേണ്ട ഫയലുകൾ മുടങ്ങിക്കിടക്കുന്നു. പകരം ചുമതലയും ആർക്കും നൽകിയിട്ടില്ല. കാലവർഷം കനത്തതോടെ തൊഴിൽ സാധ്യതയും സാധാരണ കുടുംബങ്ങളിൽ കുറഞ്ഞു വരുമ്പോൾ സാധാരണക്കാരന്റെ ദൈനംദിന ചെലവുകൾക്കുള്ള തുച്ഛമായ പൈസകൾ പോലും ബാങ്കിൽ നിന്നും നിക്ഷേപകർക്ക് കിട്ടാത്ത അവസ്ഥയും ഉണ്ട്. ബാങ്ക് ഭരണസമിതി സെക്രട്ടറിയുടെ വീഴ്ച ചൂണ്ടിക്കാട്ടുമ്പോഴും ഇടപാടുകാർ നേരിടുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. നടപടി കൃത്യമായിട്ട് എടുക്കണമല്ലോ, ഇവരെ ബാങ്ക് എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ലോൺ കൊടുത്താലോട് തിരിച്ചു വാങ്ങാനോ ഒരു ബാങ്കിനുള്ള അതിന് കഴിവ് വേണം, പ്രസിഡന്റിനും വേണം. ഇതൊന്നും ഇല്ലാണ്ട് നാട്ടുകാർ വന്നിങ്ങനെ മടങ്ങി പോകുന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. ബാങ്കിൽ സെക്രട്ടറി പൈസ കൊണ്ട് പോയിട്ടുണ്ടോ, അല്ലാത്ത മെമ്പർ പൈസ കൊണ്ട് പോയിട്ടുണ്ടോ, പണിയെടുക്കാൻ പറ്റുന്നില്ല. ഇല്ല, അപ്പൊ സെക്രട്ടറി പണിയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല. കുറേ ആയും തോന്നുന്നു ലീവായിട്ട്. ഇവര് പറയുന്നത് മറ്റേ പെൻഷൻ പൈസ കൊടുക്കാവുന്ന സമയത്ത് പ്രസിഡന്റ് സെക്രട്ടറി എത്തും എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾക്കിപ്പോൾ അതിനെപ്പറ്റിയുള്ള ശരിയായ സൂക്ഷ്മങ്ങൾ അറിയില്ല. ഓരോരുത്തർ പറയുന്നതല്ലേ, അവിടെ ബാങ്കിലവിടെ ഇരുന്നൊക്കെ ഗർഭിണി വന്നിട്ട് പോകുന്നുണ്ട് പൈസക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പൈസ ഇല്ല, ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഇതിങ്ങനത്തെ കാര്യങ്ങളാണ് ഉള്ളത്. നിലവിലിപ്പോൾ പൈസക്ക് വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്കും ലോണും കൊടുക്കുന്നില്ല, വാങ്ങാൻ അടക്കവും ചെയ്യുന്നില്ല. ഒരു എല്ലാവർക്കും കാര്യങ്ങൾ കൊടുത്താൽ പോരാ, വാങ്ങാനുള്ള കഴിവും കൂടി ഇവർക്ക് വേണമല്ലോ. ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് ആർക്കും കൊടുക്കാതെ അവര് പൈസ ഇല്ല. ബാങ്കിൽ സൊസൈറ്റിയിൽ പൈസ ഇല്ല. സൊസൈറ്റി പൈസ ഉണ്ടെങ്കിലേ സൊസൈറ്റി കൊടുക്കണ്ടേ. പിന്നെ സൊസൈറ്റിയിൽ പിന്നെ എവിടെയെങ്കിലും എടുത്തിട്ട് കൊണ്ടാകുമ്പോൾ അവർ സൊസൈറ്റിക്കാർ കൊടുക്കുക. സെക്രട്ടറി എവിടെയോ പൈസയും കൊണ്ടുപോയി. അപ്പം അതിൻ്റെ നിയമം ബാങ്കുകാരെ എടുക്കണം, മറ്റേ ഉള്ളവർക്ക് കൊടുക്കണം. ഡിപ്പോസിറ്റ് ചെയ്തവരൊക്കെ പൈസ കൊടുക്കണം ബാങ്ക്. ഇതുവരെ കൊടുക്കാനോ കഴിയോ? 2 ഒന്ന് കുട്ടായി മുക്കില്, ഒന്ന് പിടിയോ, വേറെ ഇല്ല. പരാതി കൊടുക്കണമെന്ന് ഞാൻ അറിയില്ല, അതിനെപ്പറ്റൊന്നും അറിയില്ല. എങ്ങനെയുള്ളത് സാമർത്ഥ്യം നല്ല ടൈറ്റ് ഉണ്ട്, നല്ല ടൈറ്റ് ഉണ്ട്. എന്റെ തയ്യാറാണ്. അതൊന്നും ചോദിച്ചിട്ടില്ല. പെരിയർത്തോളം ഞാൻ തോന്നുന്നു ഇല്ല, പൈസ കൊടുക്കാൻ പറ്റില്ല. അതൊന്നും നമ്മളവിടെ അങ്ങനെ ഇരുന്ന് അമ്മ തന്നെ വിളിച്ചാടെ ഇരുത്തിയിട്ട് അങ്ങനെ അതിനെ പറ്റിയുള്ള ഒരു വിഷയങ്ങളേ പറഞ്ഞു. അപ്പം കൊടുക്കുന്നില്ല. അതിലിടക്ക് വേറെ ഒരു സുഖമില്ലാതെ ഉരത്തുള്ള ആൾ വന്നേരാം, ആരും ഒരു 3000 രൂപ കൊണ്ട് കൊടുത്തേരാം. അത് അവർക്ക് കൊടുത്തേ, നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആശുപത്രി പോകാനും വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് അത്ര സൈറ്റിൽ ആരും കൊണ്ട് കൊടുത്ത് 3000 രൂപ ഒരു പെണ്ണുങ്ങൾ കൊണ്ട് കൊടുത്ത് ആ പൈസ അയാൾക്ക് ഉരത്തൂറിൽ ഒരാൾക്ക് കൊടുത്ത് അവരെ കൊണ്ട് ചുണ്ടൊപ്പം വെച്ച് പേര് ഒപ്പിടിക്കുകയും ചെയ്ത് പാസ്ബുക്ക് കട വാങ്ങി വെച്ച്. സഹകരണ രജിസ്ട്രാറുടെ മേൽനോട്ടത്തിൽ ബാങ്ക് ഓഡിറ്റിംഗും ഇന്ന് നടന്നതായി അറിയുന്നു. കോൺഗ്രസ് ഭരണസമിതിയാണ് ബാങ്കിന്റെ നിയന്ത്രണം. നിങ്ങളെ ബാങ്കിൽ ആരും വിളിച്ചോ, അല്ലെങ്കിൽ ആരും ഉണ്ടോ, എന്താ നിങ്ങളെ വിളിച്ചോ എന്ന് ചോദിക്കേണ്ട ഒരു കടമ അടിക്കില്ലേ? നിങ്ങൾ ഇവര് പറഞ്ഞാൽ വേണ്ടേ? ഇവരെ എനിക്ക് അറിയോ, ഓരെ അറിയോ, ഇവരെ അറിയോ, ആരെങ്കിലും അറിയോ? ഞാൻ ആരെങ്കിലും അറിഞ്ഞിട്ട് ഈ ബാങ്കിന്റെ ഏരിയ എനിക്കറിയില്ല. പക്ഷെ തൊട്ടപ്പുറം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇടപാടുണ്ട്, തൊട്ടപ്പുറത്ത്. പക്ഷെ എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ 3000 അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാലോ, എന്നിട്ട് ഞാനിങ്ങനെ പൈസ ഇടുക. അതല്ല, നമ്മളെന്താ അറിയുക, എല്ലാവർക്കും ഭക്ഷണം ബുദ്ധിമുട്ടുകളും വരും. ഞങ്ങൾ ബിസിനസ്സുകാരാണ്, ഞങ്ങൾക്കും വരും. പക്ഷെ എന്താണ്, ഞങ്ങൾ അതിനനുസരിച്ച് നിൽക്കണം. ഇനി അടുത്ത കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഞങ്ങൾ ഇങ്ങനെ ഇതാക്കി വിടും.